ഗുഡ് മോർണിംഗ് എവറി വൺ. അപ്പോൾ ഇന്നതാ സെപ്റ്റംബർ 2-ാം തീയതിയാണ്. പിള്ളേർ 2 മാസത്തെ വെക്കേഷന് ശേഷം സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ഒന്ന് എടുത്തേക്കാം എന്ന്. ഒരാൾ ഗ്രേഡ് 4ലേക്കും ഒരാൾ ഗ്രേഡ് 1ലേക്കുമാണ് കേട്ടോ. അപ്പം കുഞ്ഞാപ്പി ഇന്നാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഫുൾ ഡേ ഓഫ് സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ബാക്കി മറ്റേ കിൻഡർ ഗാർഡനിൽ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂല്ലോ, അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട്. എനിവേസ് ഇന്നിപ്പം ആദ്യമായിട്ടൊരു ഫുൾ ഡേ ഓഫ് സ്കൂൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താകും എന്തോ ആകെ പേടിയുണ്ട്. എന്തായാലും അവർ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റു കേട്ടോ. 5:30 അലാം വെച്ച് എൻ്റെ ഒപ്പം തന്നെ അവരും എഴുന്നേറ്റു. പിള്ളേർ രാവിലെ തന്നെ എക്സൈറ്റ്മെൻറ്റോടുകൂടി എഴുന്നേറ്റ് വന്നിട്ട് സീരിയൽ മിൽക്ക് കഴിക്കുകയാണ് കേട്ടോ. അവരുടെ നാഷണൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ചിരിക്കണു എൻ്റെ തമാശ കേട്ടോ. അപ്പോൾ അത് ഹിറ്റായി. ഐറൂട്ടി എന്താ ഇവിടെ ഇരിപ്പുണ്ട്. ഐറൂട്ടിയാണ് ആദ്യം എണീറ്റ് വന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അതെ, റോച്ച് ഒന്നും എണീറ്റേ ഇല്ല. അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ലെന്ന് തോന്നുന്നു പിള്ളേരെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. ഞാൻ കഷ്ടപ്പെട്ട് വിളിച്ചെണീപ്പിച്ച് ദാ ചായ തിളച്ച് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ നാഷണൽ ബ്രേക്ക്ഫാസ്റ്റായ പുട്ട് അവിടെ അടുപ്പത്തും ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവർക്ക് ലഞ്ച് കൊടുത്തു വിടാൻ പ്ലാൻ ചെയ്യുന്നത് ബർഗറാണ് കേട്ടോ. അവരുടെ ഫേവറേറ്റ് ആണ് ബർഗർ. വിചാരിച്ചു കടയിലൊക്കെ കിട്ടണ പോലെ മറ്റേ ബർഗറല്ല, ഞാൻ ഉണ്ടാക്കുന്ന സ്വന്തമായിട്ട് കണ്ടുപിടിച്ച സാലഡും കാര്യങ്ങളും ഒക്കെ, അതൊക്കെയാണ് ഇന്ന് കൊടുത്തു വിടാൻ ഉദ്ദേശിക്കണേ. ബർഗറും സ്നാക്കും ഒക്കെ നമുക്ക് വേഗം എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അവരെ സ്കൂളിലേക്ക് കൊണ്ടുവിടാം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു കുട്ടി വീഡിയോ അവർക്ക് വേണ്ടിയിട്ട്. ഇതാ നമ്മുടെ സവാള ഇട്ടു. പിന്നെ നമ്മൾ കുനൂന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുക്കുംബറും ഇട്ടു. രണ്ടും ഒരേ അളവിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ യെല്ലോ മസ്റ്റാർഡ് ഒരു ഇച്ചിരി ആട്ടോ ഇടുള്ളൂ, ഒത്തിരി ഇടില്ല. പിള്ളേർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര പിടിക്കില്ല. പിന്നെ നമ്മുടെ മേയോ ഞാൻ ആക്ച്വലി ഒരു 2 സ്പൂൺ ഇടുള്ളൂ. ഒത്തിരി ഇട്ട ഈ പറഞ്ഞ പോലെ വെള്ളം വെച്ച പോലെ ഇരിക്കും. എനിക്കത് അത്ര ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി. ജസ്റ്റ് ഒന്ന് വാം ചെയ്ത ബർഗർ ബണ്ണിലേക്ക് നോൺ ഹൈഡ്രജനേറ്റഡ് മാർജറിൻ തേച്ചിട്ടാണ് കേട്ടോ ഞാൻ പാറ്റീസ് വെക്കുക. ഐറൂട്ടിക്ക് സാലഡ് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കെച്ചപ്പ് മാത്രം വെക്കുന്നത്. കെച്ചപ്പ് വെച്ച് എം എന്ന് എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു എം ഫോർ മെറിൻ. അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞാപ്പിയുടെ വക മെറിൻ അക്കൂസെ എന്ന ഡയലോഗ് വന്നത്. ഐറൂട്ടിയുടെ റോങ്കുട്ടിന് സാലഡ് ഇഷ്ടമായതുകൊണ്ട് തന്നെ പാറ്റീസ് വെച്ച് അതിൻ്റെ മേളിലേക്ക് ഇതാ കുറച്ച് സാലഡും വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് കെച്ചപ്പും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ബർഗർ ക്ലോസ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കത് റാപ്പ് ചെയ്ത് അവനും ലഞ്ച് കെട്ടാം. റോഷൻ ബർഗർ അല്ലേ? വിത്ത് ലവ്. എം എഴുതി തന്നേക്കാം. അല്ല, ഓ ലവിൻ്റെ അല്ലല്ലേ, ഹാർട്ട്. റോസിന് പപ്പയ്ക്ക് അമ്മ ഹാർട്ട് വരച്ചു കൊടുക്കും. ഹാർട്ട് അതെന്തായിട്ട് വരുന്നു അതായിട്ട് പപ്പ ഹാർട്ടായിട്ട്, പക്ഷെ അതിന് എടുക്കണം. ആ ഒരു റിക്വസ്റ്റ് എനിക്കുള്ളൂ എന്നൊക്കെ. ഹാർട്ടൊന്നും ഒന്നും. ഓ അത് പെർഫെക്റ്റ് ഹാർട്ട്. പപ്പ കളിയാക്കിയതുകൊണ്ടാണ് തോന്നി ഈ പ്രാവശ്യം ദൈവം എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നു. ചിക്കൻ വെച്ചു, എല്ലാം വെച്ചു. സാലഡ് വെച്ചാണ് ഞാൻ താഴെ വെച്ചു. ഓക്കെ, റോസിൻ്റെ കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ലഞ്ച് ബാഗ്സ് എല്ലാം റെഡിയാണ് കേട്ടോ. ഇതാണ് റോങ്കുട്ടൻ്റെ ലഞ്ച് ബാഗായിട്ട് ഞാൻ വെക്കാൻ പോകുന്നത്. ഇതാണ് റോങ്കുട്ടൻ്റെ ബർഗർ ലഞ്ച്. പിന്നെ ഇതാ അവന് കുറച്ച് ഗ്രീൻ ഗ്രേപ്സ്, പിന്നെ റഫിൾസ്, പിന്നെ ഒരു യോഗ ഡ്രിങ്ക്, വാട്ടർ. ഇതാണ് കേട്ടോ റോങ്കുട്ടൻ്റെ. നാരൂട്ടിയുടെ വരുമ്പോഴും സെയിം ബർഗർ, ഒരു റഫിൾസ്, പിന്നെ ഒരു യോഗ ഡ്രിങ്ക്, വാട്ടർ, പിന്നെ ഒരു ചൂവി ബാർ. ഇതാണ് ഐറൂട്ടിയുടെ ലഞ്ച് എന്ന് പറയുന്നത്. പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ ലഞ്ച് ബാഗ്, പുതിയ ബാക്ക് പാക്ക്, പുതിയ പാൻസ്, ഷർട്ട്. എനിക്ക് വയ്യ. ഐറൂട്ടിയും അങ്ങനെ തന്നെ. ഓക്കെ, ഇനിയിപ്പം ഞാനും പോയി വേഗം റെഡി ആവട്ടെ. കാരണം പിള്ളേരെ ഞാനും റോസിനും കൂടെയാണ് കേട്ടോ ഇന്ന് കൊണ്ടുവിടുന്നത്. അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേര്. അവരുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് ഇന്ന്. ഗ്രേഡ് 1, ഗ്രേഡ് 4 അല്ലേ? പോവാ അപ്പൊ നമുക്ക്. ഇത്രയും ദിവസം ഇന്നലെ വരെ നല്ല ചൂടായിരുന്നു ഇവിടെ, ഭയങ്കര ചൂടായിരുന്നു ഇവിടെ. 28, 30 ഒക്കെ ആയിരുന്നു. ഇന്നിതാ ഓൾ ഓഫ് എ സഡൻ ഒരു തണുപ്പിലേക്കൊക്കെ പോയി. ഫാള് തുടങ്ങിയില്ല, അതിൻ്റെ ആയിരിക്കും. 11 ഉള്ളൂ കേട്ടോ, 11 ഡിഗ്രി ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പിലേക്ക് പോയി. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു സ്വെറ്റർ ഇട്ട് പിള്ളേരെ വിടാം. ഒരു ഭയങ്കര ബിഗ് സ്വെറ്റർ ഇട്ടിട്ട് എന്റെ കൊച്ചി ഇത് കെട്ടുപിടിക്കാൻ വരില്ല ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് അതാ മിസ് ചെയ്യാൻ പോണേ. ഓക്കെ, നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി പിള്ളേരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ സെറ്റാണ്.
കുഞ്ഞാപ്പിക്ക് ഇപ്പൊ ചെറുതായിട്ട് ഒരു സങ്കടം എവിടെയൊക്കെയോ വരുന്നത് പോലെ. സാധാരണ ഞാൻ കണ്ടിട്ട് ഒത്തിരി പേര് ഇങ്ങനെ കരഞ്ഞോണ്ടൊക്കെ ഇരിക്കണേ മാതാപിതാക്കള് ഞാൻ പറയണല്ല മാതാക്കള് അമ്മമാര് കുറെ ഇങ്ങനെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിന് പിള്ളേരെ വിടുമ്പോഴത്തേക്കും കരയണൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കരച്ചിലൊന്നും വരുന്നില്ല. എനിക്കങ്ങനെ ഇതുവരെ അങ്ങനെ ഒരുപാട് സങ്കടമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഫീൽ ചെയ്യും 2 മാസം ഒരുമിച്ച് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് ഒറ്റയ്ക്ക് ഞാനാവുമ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒറ്റപ്പെടലിന്റെ ഒരു ഇതുണ്ടല്ലോ. അതല്ലാണ്ട് അങ്ങനെ വലിയ പോകുന്നതിൽ വിഷമമൊന്നുമില്ല. അവർ പോകുന്നത് നന്നായിട്ട് പഠിച്ച് വളരാനല്ലേ, അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മൾ സ്കൂളിലേക്ക് എത്തി. ഒരുപാട് പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിവേസ് പിള്ളേരുടെ സ്കൂളിലേക്ക് നമ്മളെത്തി. പിള്ളേരുടെ ക്ലാസ്സൊക്കെ ചെക്ക് ചെയ്തു. അവിടെ ദേ ഇരിക്കുന്ന ബോർഡിലാണ് കേട്ടോ ക്ലാസ്സൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ റോങ്കുട്ടൻ 4A-യിലും ആരായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ? മിസ്സസ് റോബർട്ട്സൺ. ഐറൂട്ടിയുടെ 1A ആണ് കേട്ടോ. ഐറൂട്ടിയുടെ ടീച്ചറിൻ്റെ പേര് മിസ്സസ് ലൂസ്റക്, അങ്ങനെ എന്തോ ആണ്, മിസ്സസ് ലൂസ്റക്. നിക്കോളസും കാരളിനും ഇപ്രാവശ്യം വേറെ വേറെ ക്ലാസ്സിലായിപ്പോയി. നിക്കോളസ് 4B-യിലും കാരളിൻ 1B-യിലും ആയിപ്പോയി. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പോയിട്ടൊരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാം. ജസ്റ്റ് എല്ലാ വർഷവും ഇതൊരു പതിവാണ് കേട്ടോ, പോയി നിൽക്കുക ഫോട്ടോ എടുക്കാന്നൊക്കെ ഉള്ളത്. ഒരു ഫോട്ടോ എടുക്കട്ടെ രണ്ടുപേരുടെയും. നിക്കോളസും കാരളിനും വന്നിട്ടുണ്ട് കേട്ടോ. അവരും കൂടെ നിൽക്കുവാണെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക്. റോങ്കുട്ടൻ്റെ ക്ലാസ് കയറി വരുമ്പോൾ തന്നെയാണ് കേട്ടോ. അതെ, റോങ്കുട്ടൻ റെഡി ആയി പോവാൻ. എന്നാ റോണുവിൻ്റെ ഇൻഡോർ ഷൂസ്, ഇതാ ലഞ്ച് ബാഗ് എടുത്തോ. ഇല്ല, അത് ഇൻഡോർ ഷൂസ്. ഇത് വിട്. ഓക്കെ, അതായറുണ്ട്, ഇതെല്ലാം ആയറുണ്ട്. റെഡി? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഹൈ ഫൈ. ചെയ്തിട്ട് പറയട്ടാ, നന്നായിട്ട് പഠിക്കണം കേട്ടാ. ആണോടാ? ബൈ ഐറു. ബൈ ബൈ. ഗുഡ്. Sorry. Yeah, I am excited now. I'm so happy. It's okay. Say hi. You will say hi over there. Hi over there. Okay. നമ്മൾ പിള്ളേരെയൊക്കെ ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇത് കഴിഞ്ഞിട്ട് റോയിച്ച് നേരെ ജോലിക്ക് പോവും. അപ്പോൾ ആണ് എനിക്ക് വിഷമം വരിക. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു 2 ദിവസത്തേക്കേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് ഇഷ്ടം. മീ ടൈമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം അവരെല്ലാം ഇങ്ങനെ 2 മാസം കൂടെ ഇരുന്നത് കൊണ്ട് ഇനി ഒരു 2 ദിവസത്തേക്ക് ഒറ്റയ്ക്ക് ഇരിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക്. പക്ഷെ ഞാൻ വീട്ടിലെ ക്ലീനിങ്ങും വീട്ടിലെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ സമയം അങ്ങ് പോകുമല്ലോ. പിന്നെ വൈകുന്നേരം അവർ വരുമല്ലോ, അത് കാരണം പിന്നെ കുഴപ്പമില്ല. അവർ വൈകിട്ട് 3:45 ആകുമ്പോഴത്തേക്കും സ്കൂൾ ബസ്സിന് വരും കേട്ടോ. അത് കാരണം പിന്നെ കുഴപ്പമില്ല. എനിവേസ് ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് അവർ വരുമ്പോൾ അവരുടെ വിശേഷം ഞാൻ ചോദിക്കുന്ന ഒരു ബൈറ്റും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ കഴിഞ്ഞിട്ട് പിള്ളേർ ഇതേ വീട്ടിൽ വന്നിട്ടുണ്ട്. Your teacher was so nice? His teacher was mean. Oh my God. ഇന്ന് നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്കൊരു ഇത് കിട്ടിയായിരുന്നു. ഇവൻ്റെ ടീച്ചർ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി. ദൈവമേ, സ്ട്രിക്റ്റ് ടീച്ചറൊക്കെയാണ് ഇവൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ ഇവൻ പറഞ്ഞത് ഇപ്പം ഫസ്റ്റ് ഡേ അല്ലേ, ടീച്ചർ നല്ല നൈസായിരുന്നെന്ന്. അതാണ് കേട്ടോ റോണ പറഞ്ഞത്. ഐറു, how was your class? Great. Yeah. We got agenda messages for you to read. Really? Yeah, and it says fun on it. Really? Yeah. What does it say? It says only fun. Do you mind showing me that? Okay. Oh, you got a new agenda book. Yeah. Do I have to show? Yeah, like Cheta.
Airuti also got the same book as Cheta. Something is there for me to read. But why the F is like this? Ulta. She doesn't know how to spell. Yeah, she knows. She knows how to write everything. She knows how to read everything. Oh, it's Why supposed the to F be is ulta? Why the F is opposite? മോനുവിന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? She was so nice. She is so nice. എന്താ ചെയ്തെന്ന്? I can't really remember. We got to play with Play-Doh. You got to play with Play-Doh. Yeah, we get to play. ഗ്രേഡ് 1-ലും പ്ലേ ടൈമേ ഉള്ളോ? പഠിപ്പീരൊന്നും ഇല്ലേ? We don't get to play with the ദൈവത്തിനറിയാം. toys. We don't get to play with toys, but we get to play with Play-Doh only. By the way, no I finished 2 bottles of water. That's nice. If you want. That's good for you. I was almost about to finish one. Good for you too. Yeah. Guess what? Okay, It's good. so tiny. Oh, that's so nice. It's just like a notebook. Right. Okay. Dear Aaron, welcome to 4A. Hope you have an awesome year, Mrs. R. You don't need to call Robertson? You just need to call. Robertson. Oh, okay. Which is welcome and all. എനിവേസ് അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. ഞാൻ വിചാരിച്ചു പിള്ളേരുടെ തിരിച്ചു വന്നിട്ട് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം അല്ലേ? ഇനിയിപ്പോൾ അവർ വേഗം കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കുമോണൊക്കെ ചെയ്ത് അവരുടെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.